ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഉണ്ടായിരുന്ന പോലീസ് ഏതാണ്ട് ആ രീതിയിൽ തന്നെ ഇപ്പോഴും തുടർന്നു വരികയാണ്. പല ഭരണ വ്യത്യാസം ഉണ്ടായെങ്കിൽ പോലും നമുക്കങ്ങനെ കാണാവുന്നതാണ് പല കാര്യങ്ങളിലും. കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് അന്ന് അങ്ങനായി. പോലീസ് ആ സംവിധാനം തന്നെ നാശമായി, അത് നശിച്ചുപോയി എന്ന് ഉള്ള ഒരു 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 സിറ്റുവേഷൻ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. അത് മാറി വരാൻ ഒരല്പം സമയമെടുക്കും, ഇല്ലയെന്ന് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല വന്നപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് വളരെ ശുഷ്കാന്തിയോടുകൂടി അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. പല പ്രോജക്റ്റുകൾ പുതുതായിട്ട് വന്നത് അതൊക്കെ നല്ല രീതിയിൽ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിലും ഈ ലോ ആൻഡ് ഓർഡർ നോക്കുന്നതിൽ പോലീസിന് പലപ്പോഴും പല വീഴ്ചകളും വരുന്നുണ്ട്. അത് ഈ സംവിധാനത്തിനെ ആകെ അതിനെ ഒരു മോശം പേരുണ്ടാകുന്ന വിധത്തിലുള്ള ഇടപാടുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി പോകുന്നു. അത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത് ഞാനത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇതിനകത്ത് പറയുന്നത്. അത് നമ്മുടെ കെ മുരളീധരൻ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭരണം മാറിയത് ഇപ്പോഴും പോലീസിനെ വെച്ച് പല ഉദ്യോഗസ്ഥർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ള മട്ടിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. ശരിയാണ്. കാരണം ഈ ഗുണ്ടകളും പോലീസുമായിട്ടുള്ള ഒരു അഭേദ്യമായ ഒരു ബന്ധം നേരത്തെ അങ്ങ് ഉടലെടുത്തു. പണ്ടുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് വളരെ അങ്ങ് ദൃഢമായ ഒരു ബന്ധമായിട്ട് അങ്ങ് മാറിയത്. ഗുണ്ടകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് എന്നുള്ള രീതിയിലേക്ക് പോലീസ് സംവിധാനം ആകെ ഏതാണ്ട് താറുമാറായ ഒരു സ്ഥിതിവിശേഷമായിരുന്നു അവിടെ സംസ്ഥാനത്തുണ്ടായിരുന്നത്. അതിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഊഞ്ഞാലാടുന്നു. ആരാന്നറിയോ? ഏറ്റവും ഒരു കൊടും ക്രിമിനൽ എന്നറിയപ്പെടുന്ന ഒരാൾ പിടിച്ച് ഊഞ്ഞാലാട്ടുകയാണ്. അത് മാത്രമോ, അയാളെ ED-യുടെ വാഹനമൊക്കെ ആക്രമിച്ച കേസിനകത്ത് നടന്ന CPM-ൻ്റെ DYFI-യുടെ ഏതോ ഒരു പ്രവർത്തകനോ ഒക്കെ ആയിരുന്നു. അയാൾക്ക് ഷർട്ടും മുണ്ടും, അതായത് പോലീസുകാർ അതൊരു പ്രത്യേക വേഷവിധാനം ഓണാഘോഷത്തിന് വേണ്ടി വാങ്ങി, ഒരു ചാര കളറുള്ള ഷർട്ടും വെള്ളമുണ്ടും വാങ്ങി. ഇത് അവിടുത്തെ ഇൻസ്പെക്ടർ ഇയാൾക്ക് വാങ്ങിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. വാങ്ങിച്ചു കൊടുത്ത് ഇയാളും അതുപോലെ ഇരുന്നുകൊണ്ട് അന്തസ്സായിട്ടിരുന്ന് ഊഞ്ഞാലാടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവിടെ പോലീസ് സ്റ്റേഷനിലെ ജാമ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഒപ്പിടാൻ വന്നവൻ ആണ് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള കാഴ്ചകൾ, ഇതൊക്കെ പോലീസ് സംവിധാനത്തിന് വളരെ നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ അത് തെറ്റാണെന്നും അത് വലിയ വീഴ്ച ഉണ്ടായെന്നും ഒക്കെ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നടപടി യഥാർത്ഥത്തിൽ വേണ്ടത് തന്നെയാണ്. ഈ ഇൻസ്പെക്ടർ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അയാൾക്ക് ഇത്രയും ഈ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം ഉണ്ട്, അവരെയൊന്നും അയാൾക്ക് കളയാൻ വയ്യ, അയാൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം വേണമെങ്കിൽ അയാളത് രാജിവെച്ചിട്ടങ്ങ് പോട്ടെ, അല്ലെങ്കിൽ അയാളെങ്ങ് പറഞ്ഞയക്കണം വേറെ ജോലി നോക്കാനായിട്ട്. അതാണ് നല്ലത്. ഈ ജോലിക്ക് അയാൾ പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഇവനെയൊക്കെ പിടിച്ച് ആട്ടുന്ന ഇടപാടാണെന്നുണ്ടെങ്കിൽ നല്ല ഇടപാടാണ്, കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. ഏതായാലും അത് പോട്ടെ, അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിന് നടപടി വരും എന്ന് നമുക്ക് കരുതാം. പിന്നെ അടുത്ത വേറൊരു കാര്യം കണ്ടത് വളരെ മനസ്സിനെ വല്ലാതെ ഒരു ബാധിച്ച ഒരു കാര്യം, വളരെ സങ്കടം ബാധിച്ച സങ്കടകരമായി മനസ്സിനെ മാറ്റിയ ഒരു കാര്യം ഉണ്ടായി. അത് കൊടുവള്ളിയിലാണ്. കൊടുവള്ളിയിൽ ഒരു 12 വയസ്സുകാരനെ ഒരു വാച്ച് മോഷ്ടിച്ചെന്ന് ആരോപിച്ച് ചോദ്യം ചെയ്യുകയാണ്. ആരെന്നറിയാം? അവൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മോനും ഒക്കെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. ഇവനെ പിടിച്ച് മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് അവനെ അങ്ങ് ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ നമുക്ക് ചിന്തിക്കാൻ ഒക്കാത്ത വിധം ഉപദ്രവിച്ച് അവൻ്റെ ദേഹമാസകലം മുറിപ്പെടുത്തി അവൻ്റെ നഖത്തിനിടയിലെല്ലാം ഈർക്കിലൊക്കെ കുത്തിക്കയറ്റി മുറിവെപ്പിച്ചു. ഒരു കുഞ്ഞാണെന്ന് ആലോചിക്കണം, 12 വയസ്സേ ഉള്ളൂ അവന്. അവൻ കരഞ്ഞു പറഞ്ഞു അവനെ എടുത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ വിടാൻ തയ്യാറല്ല. 3 പേര് ചേർന്നാണ് അവനെ ഉപദ്രവിച്ചത്. ഉപദ്രവിച്ചു അത്ര ശാരീരിക ഉപദ്രവം ഉണ്ടായിട്ട് മാത്രമോ ഇവൻ്റെ ഈ ശരീരത്ത് മുറിവൊക്കെ പറ്റിയില്ലേ, അതിനകത്ത് മുളകൊടിയിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവൻ്റെ ശരീരത്ത് ഇതുപോലെ മുറിവേറ്റ ഭാഗത്തും കണ്ണിലുമൊക്കെ മുളകൊടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ ആ വേദന നീറ്റലും അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അവനെ എന്നിട്ട് നാട്ടുകാരാണ് അവസാനം ഇത് അറിഞ്ഞു കേട്ടിട്ട് ഇവനെ ആശുപത്രിയിലാക്കി. അപ്പോൾ ഇവനെ ഇതിനെക്കുറിച്ച് ഒന്നും ഇതിന് പരാതി കൊടുത്തിട്ട് കൊടുവള്ളി പോലീസ് കേസെടുത്തില്ല. ഈ കേസെടുക്കാൻ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി, നാട്ടുകാരിടപെട്ടിട്ട് പോലും അതിനകത്ത് ഉണ്ടായി റിപ്പോർട്ട് ചെയ്തിട്ട് അത് ഈ കേസെടുത്തില്ല എന്ന് പറയുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കെടുകാര്യസ്ഥത ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവനെയൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവനെയൊക്കെ ഒന്നുകിൽ വീട്ടിൽ പറഞ്ഞു വിടണം, അല്ലെന്നുണ്ടെങ്കിൽ അവനെയൊക്കെ നേരെ എത്രയോ അടുത്തെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലോട്ട് എങ്ങാനും മാറ്റി ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാ ചെയ്യേണ്ടത്. കാരണം ഇവനിപ്പോൾ ഇവിടെ നാട്ടുകാരുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണല്ലോ ഇവൻ ഇത് ചെയ്യാത്തത്. അവസാനം എന്താണെന്നറിയോ? അവസാനം ഇതിനകത്ത് ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ട് അതിന് നിർദ്ദേശം കൊടുത്തു കേസെടുക്കാൻ. അങ്ങനെയാണ് വളരെ പതുക്കെ അനങ്ങി ഒരു കേസെടുത്തത്. 10-12 ദിവസം ആയി. അപ്പോഴത്തേക്ക് സംഭവിച്ചെന്തെന്നറിയോ? ഈ ചെയ്തവന് ഗൾഫിൽ പോകണം. അതിന് വഴിയൊരുക്കി കൊടുക്കുകയാണ് ഇവർ. കാരണം അവൻ്റെ പേരിൽ ഇത് അവസാനം പിന്നാണ് ഈ 12 ദിവസത്തിന് ശേഷമാണ് ഈ FIR ഇടുന്നത്. ഇതിനകത്ത് ഈ FIR ഇട്ട ദിവസം തന്നെ അവൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അവൻ കയറി നേരെ ദുബായിക്ക് പോയി. ഇനിയിപ്പോൾ എന്താണെന്നറിയോ? അവനെ അവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരാനുള്ള ശ്രമം നടത്തണം. ഇത്രയും വലിയ ഗുരുതരമായ കുറ്റം ചെയ്തിട്ടുള്ളവനാണ്. ആ കുഞ്ഞിനെ അത്രത്തോളം പീഡിപ്പിച്ച് ഉപദ്രവിച്ചതാണ്. അപ്പോൾ അത് അവനെ എന്നിട്ട് ഇനി എന്താ? അത് അവൻ 2 പേരോടുണ്ട് എൻ്റെ കൂടെ. ആ 2 എണ്ണം ഒളിവിലാണെന്നാണ് പോലീസുകാർ പറയുന്നത്. ഒളിവിലാവുമല്ലോ, ഇവർക്ക് പിടിക്കാൻ വയ്യാത്തൊന്നും അല്ലല്ലോ, ഒളിവിലാണെന്ന്. ഈ ന്യായമൊക്കെ പറഞ്ഞാണോ ഇരിക്കുന്നത്? നാണക്കേടാണ്. ഇതൊക്കെ വളരെ നാണക്കേടുണ്ടാക്കുന്നു. ഇത് മന്ത്രി വളരെയധികം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് യവന്മാരെ നന്നാക്കിയെടുക്കാൻ. പക്ഷേ എൻ്റെ അമ്മാവ എന്നെ അടിക്കല്ലേ, ഞാൻ നന്നാവത്തില്ല എന്നുള്ള ഒരു പ്രസ്താവനയോട് കൂടിയാണ് യവന്മാർ ഇങ്ങനെ നടക്കുന്നത്. പ്രഖ്യാപനം അതാണ് അവരുടെ. ഏതായാലും കൊള്ളാം, നല്ലതാണ്, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇനിയിപ്പോൾ യവന്മാർക്കൊക്കെ എതിരെ ശക്തമായ നടപടി വേണം. ഈ 12 വയസ്സുകാരനെ ഉപദ്രവിച്ചിട്ട് കടന്നു കളഞ്ഞോണ്ടല്ലോ, അവനെ യഥാർത്ഥത്തിൽ എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഉണ്ട് ദുബായുമായിട്ട്, UAE-യുമായിട്ട് ഇന്ത്യക്ക്. അതുകൊണ്ട് ഇവനെ അവിടുന്ന് പ്രഖ്യാപിത കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ച് അവനെ അവിടുന്ന് വരുത്തണം. അത് ചെയ്യണം. നേരത്തെ FIR ഒക്കെ ഇട്ട് ഇവന് ലുക്കൗട്ട് നോട്ടീസൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇവനെ പിടിക്കാമായിരുന്നു. ഇതുപോലെ ഈ രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു തുടക്കമാണ്, ഇത് അപകടമാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ. കാരണം ഈ ക്യാൻസർ പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും. ഇതൊരു ക്യാൻസറാണ് ഈ അഴിമതിയും കെടുകാര്യസ്ഥത എന്ന് പറയുന്നത്, കുറേ പേരിലുള്ളത്. ഈ ക്യാൻസർ ഇത് കണ്ടവന്മാർ ശരിയായ നടപടിയില്ലെങ്കിൽ ഈ വ്യാപിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഇത് പിണറായി വിജയൻ്റെ പോലീസല്ല, ഇത് രമേശ് ചെന്നിത്തലയുടെ പോലീസാണ് എന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്.